കുഞ്ഞാലിക്കുട്ടി പതിവായി വിജയിച്ചു വന്ന മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായ വേങ്ങര മണ്ഡലത്തിൽ ഇക്കുറി KM ഷാജിയാണ് മത്സരിക്കുന്നത്. വേങ്ങരയിൽ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയായതിന്റെ ഞെട്ടലിലാണ് ഷാജി ഇപ്പോഴും. രാഷ്ട്രീയവും വികസനവും മുഖ്യ അജണ്ടയെ പ്രചാരണം തുടങ്ങിയ ഷാജി പൗരപ്രമുഖമാരെയെല്ലാം നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. വേങ്ങരയിലെ സ്ഥാനാർത്ഥി KM ഷാജി തന്നെ നമ്മോടൊപ്പമുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലമായ വേങ്ങരയിൽ KM ഷാജി എത്തുന്നു എന്നുള്ളത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. അങ്ങനെ തന്നെയല്ലേ? സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിരുന്നു. ഞാൻ വേങ്ങരയിൽ വരുമെന്ന് താങ്കൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പാണ് ആ സൂചന ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബ് തരുന്നത്. അപ്രതീക്ഷിതമായിരുന്നു. വേങ്ങര എന്ന് പറയുമ്പോൾ വലിയ ഉത്തരവാദിത്തമുള്ള ഒരു അസംബ്ലി മണ്ഡലം തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട നേതാവ് കൈകാര്യം ചെയ്തിരുന്ന മണ്ഡലമാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം കൂടി ഷാജിക്ക് ചെയ്യേണ്ടി വരും. അല്ല, അത് ഇവിടെ ആകെയുള്ള ഒരു ത്രെട്ട് അത് മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ കുഞ്ഞാലി സാഹിബിനെ പോലെ ഒരു വലിയ പ്രഗത്ഭനായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ തന്നെ തലയെടുപ്പുള്ള ഒരാൾ കൈകാര്യം ചെയ്തൊരു കോൺസ്റ്റിറ്റ്യുവൻസി, അത് അദ്ദേഹത്തിന് വികസനം കൊണ്ടുവരാനൊന്നൊരു പ്രയാസമുണ്ടല്ലോ. ആരോട് ചോദിച്ചാലും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് വികസനം തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ത്രെട്ടാണ്. പക്ഷേ അദ്ദേഹം എന്നെ ഏൽപ്പിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. പാണക്കാട് തങ്ങളാണ്. അപ്പോൾ അവർക്ക് നല്ല ബോധ്യമുണ്ട് എനിക്കതിന് കഴിയുമെന്നുള്ളത്. ഇവിടുത്തെ നേട്ടം മുന്നേറ്റം ഒരു അത്ര വലിയ സംശയകരമായ ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രചരണമായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ, ഈ വികസനം എന്ന് പറയുന്നത് നൈരന്തര്യമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഒന്നും നമ്മൾ ഒരു വികസനം ഒരു കാലയളവിൽ നിൽക്കില്ല. കുഞ്ഞാലി സാഹിബൊക്കെ നിരന്തരമായി കൊണ്ടുവന്ന വികസനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ പുതിയ കാലത്ത് പുതിയ ആളുകൾക്ക് പുതിയ ആവശ്യങ്ങളും ആണ് ഉണ്ടാവുക. അത് എഡ്യൂക്കേഷൻ ആയാലും, അത് ഹെൽത്ത് ആയാലും, അത് സോഷ്യൽ ജസ്റ്റിസ് ആയാലും, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കാലത്തിനനുസൃതമായിട്ട് എന്താണ് ചെയ്യാനുള്ളത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങളുമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും അതിനനുസൃതമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റാണ് ഞങ്ങളിവിടെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ വെൽഫെയർ സ്റ്റേറ്റ് ഓർ കൺട്രി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സമഗ്രമായ വികസനം എന്ന് പറയുന്നത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സോഷ്യൽ ജസ്റ്റിസ് ആണ്. ഇതിന് അഡ്രസ്സ് ചെയ്യാതെ കുറേ റോഡും പാലം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. ആ കാഴ്ചപ്പാട് തന്നെയാണ് ഞങ്ങൾ ഈ വേങ്ങരയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തന്നെയാണ്. അത് UDF ആകെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞു, ഈ കോൺഗ്രസ് എന്ന് പറയുന്നതും ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നതും ഒരു പ്രഷർ കുക്കർ പൊളിറ്റിക്സ് അല്ല ഇത്. കാരണം ഇതിനകത്തേക്ക് വന്ന് ഒരു 5-6 വിസിലടിക്കുമ്പോൾ മാത്രം പിന്നെ തുറന്നില്ലെങ്കിൽ പൊട്ടിത്തെറിച്ചു പോകുന്നത്. ഞങ്ങൾ ഒന്നാമത്തെ വിസിൽ നാട്ടുകാർ കേൾക്കും. ഇതിനകത്ത് അങ്ങനെ പ്രഷർ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിനകത്തുള്ള എല്ലാ ശബ്ദവും നിങ്ങൾക്ക് കേൾക്കാം. വിസിബിളാണ്, ഹിയറബിളാണ്, നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും. മറ്റത് കേൾക്കില്ല. അവസാനം പൊട്ടിത്തെറിച്ച് ശശിയൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതുപോലെ പുറത്തു വരുമ്പോഴേ ഞങ്ങൾ മീഡിയക്കാർ വരെ അറിയുള്ളൂ. ഞങ്ങൾ നല്ല ജനാധിപത്യമുണ്ട്. അപ്പോൾ പക്ഷേ അതിൻ്റേതായ ദൂഷ്യങ്ങളുണ്ടാവാം. അത് ആപേക്ഷികമായി കുറവാണ്. അത് പരിഹരിക്കാവുന്ന നേതൃത്വം ഞങ്ങൾക്കുണ്ട്. ഒരു ഭയമില്ല. തീർച്ചയായും അത് തന്നെയാണ്. വികസനവും രാഷ്ട്രീയവും അത് തന്നെയാണ് വേങ്ങരയിലും KM ഷാജി തൻ്റെ ഈ പ്രചരണത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. ശാന്തകുമാർ വള്ളാൽ, ന്യൂസ് മലയാളം, മലപ്പുറം.